762 കോടി രൂപ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ യാത്രകൾക്കായി ചെലവായ തുകയാണിത്. ഒറ്റ നോട്ടത്തിൽ ഇതൊരു വലിയ തുകയായി തോന്നാം, പലരും നെറ്റ് ചുളിച്ചേക്കാം. എന്നാൽ ഈ കണക്കുകൾ മാത്രം നോക്കി അയ്യോ പ്രധാനമന്ത്രി ഖജനാവ് മുടിച്ച് ടൂർ പോകുന്നേ എന്ന് നിലവിളിക്കുന്നവർ കാണാതെ പോകുന്ന അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്ന വലിയൊരു സത്യമുണ്ട്. ഈ പണം മുടക്കി മോദി പോയത് ഉല്ലാസ യാത്രയ്ക്കായിരുന്നില്ല, മറിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാനായിരുന്നു. എന്താണ് ആ 10 വർഷമുള്ള യാത്രകളുടെ യഥാർത്ഥ ഫലം നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി വിദേശത്തേക്ക് വിമാനം കയറുന്നത് ഭാര്യയും മക്കളെയും കൂട്ടി പിക്നിക്ക് പോകുന്നത് പോലെയല്ല. അല്ലെങ്കിൽ ഇവിടെ രാഷ്ട്രീയ ജോലി ചെയ്ത് ക്ഷീണിച്ച് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടെ മലേഷ്യയിലോ വിയറ്റ്നാമിലോ രഹസ്യ വെക്കേഷന് പോകുന്ന ചില നേതാക്കളെ പോലെയും അല്ല. പോകുന്ന ഓരോ നിമിഷവും ഔദ്യോഗിക കാര്യങ്ങൾക്കും ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾക്കും വേണ്ടി മാത്രമാണ് അദ്ദേഹം വിനിയോഗിക്കുന്നത്, വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ല. നമ്മൾ TV കണ്ടതാണ് SCO ഉച്ചകോടിയിലും G20 വേദികളിലുമൊക്കെ മോദിക്ക് ലഭിച്ച രാജകീയ സ്വീകരണം. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഷഹബാസ് ഷെരീഫിനെ പോലെയുള്ളവർ ലോക നേതാക്കളുടെ ഇടയിൽ ആരും മൈൻഡ് ചെയ്യാതെ ഹെഡ്സെറ്റും തപ്പിയെടുത്ത് ഒതുങ്ങിയിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ പോലെ ഒരു ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു നരേന്ദ്രമോദി എങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ അവസ്ഥയും അവിടെ ആരും ശ്രദ്ധിക്കാത്തൊരു മൂലയിൽ തന്നെ ആയിപ്പോയനെ. ഒരു നൂൽപ്പാവയെ പോലെ പ്രധാനമന്ത്രി അവിടെ നിന്നേനെ. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്നാൽ ഇന്നത്തെ ഇന്ത്യ അങ്ങനെയല്ല. മോദി വെറും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രമല്ല, ലോകം ഉറ്റുനോക്കുന്ന ഒരു ഗ്ലോബൽ ലീഡർ കൂടിയാണ്. ആ പദവിക്കനുസരിച്ചുള്ള സുരക്ഷയും സജ്ജീകരണങ്ങളും ഉറപ്പാക്കുക എന്നത് രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ കൂടി പ്രശ്നമാണ്. ഇനി ആ 762 കോടി രൂപയുടെ കണക്കിലേക്ക് വരാം. ഈ പണം വെറുതെ ദൂർത്തടിച്ചതാണെന്ന് പറയുന്നവർ ഈ യാത്രകളിലൂടെ ഇന്ത്യ നേടിയെടുത്തത് എന്താണെന്ന് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ബാധ്യത കൂടെ നിങ്ങൾക്കുണ്ട്. പ്രധാനമന്ത്രിയുടെ ഈ നയതന്ത്ര യാത്രകളുടെ ഫലമായാണ് റഷ്യയിൽ നിന്ന് S-400 മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യയിലേക്ക് എത്തിയത്. മോദി ടൂർ പോകുന്നു എന്ന് പരിഹസിക്കുന്നവരുടെ തലയിൽ പോലും അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ഒരു മിസൈൽ വന്ന് വീഴാതെ കാക്കുന്നത് അതിർത്തിയിലെ S-400 എന്ന കാവൽ ബടൻ ഉള്ളത് കൊണ്ട് മാത്രമാണ്. 2019 ബാലാകോട്ട് ആക്രമണത്തിന് ശേഷവും പാകിസ്ഥാൻ ഒന്ന് വിറച്ചു നിന്നത് ഇന്ത്യയുടെ ഈ ആർജവം കണ്ടിട്ട് മാത്രമാണ്. ഇനി സാമ്പത്തിക കാര്യങ്ങളിലേക്ക് വന്നാലോ, ഈ വിദേശ യാത്രകൾക്ക് ശേഷം ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തിയത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപങ്ങളാണ്. FDI, സെമി കണ്ടക്ടർ വിപ്ലവം. അമേരിക്കൻ സന്ദർശനത്തിന് ശേഷമാണ് മൈക്രോൺ ടെക്നോളജി ഗുജറാത്തിൽ വമ്പൻ ചിപ്പ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ തീരുമാനിച്ചത്. ജെറ്റ് എഞ്ചിൻ കരാർ, വിമാനങ്ങളുടെ എഞ്ചിൻ സാങ്കേതിക വിദ്യ ആർക്കും കൈമാറാത്ത അമേരിക്ക ജനറൽ ഇലക്ട്രിക്കിന്റെ ജെറ്റ് എഞ്ചിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ സമ്മതിച്ചത് മോദിയുടെ നയതന്ത്ര വിജയം ഒന്നുകൊണ്ട് മാത്രമാണ്. അത് വിദേശ യാത്രകൾ കൂടിയാണ് അത്തരം നയതന്ത്ര വിജയങ്ങൾ സാധിക്കുന്നത്. ആപ്പിൾ ഐഫോൺ, ചൈന വിട്ട് ആപ്പിൾ ഐഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ തുടങ്ങിയത് വെറുതെ സംഭവിച്ചതല്ല, കൃത്യമായ ഇടപെടലുകളുടെ ഫലമാണ്. കഴിഞ്ഞ 9 വർഷത്തിനിടെ ഏകദേശം $596 ബില്യൺ വിദേശ നിക്ഷേപമാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. 762 കോടി മുടക്കി ലക്ഷക്കണക്കിന് കോടികളുടെ നിക്ഷേപവും തൊഴിലവസരങ്ങളുമാണ് മോദി തിരികെ കൊണ്ടുവന്നതെന്ന് ഇവർ മറക്കുന്നു. കൂടാതെ ഉക്രൈൻ യുദ്ധഭൂമിയിൽ നിന്നും യമനിൽ നിന്നുമൊക്കെ നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചത് മോദിക്ക് ലോക നേതാക്കളുമായുള്ള വ്യക്തിപരമായ ബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ്. യുദ്ധം പോലും നിർത്തിവെച്ച് ഇന്ത്യക്കാർക്ക് വഴിയൊരുക്കിയത് നമ്മൾ കണ്ടതാണ് അവിടെയെല്ലാം. അല്ലാതെ എക്സ്കർഷൻ ടൂർ പോയി വന്നാൽ ഇതൊന്നും നടക്കില്ല. UPA സർക്കാർ ഉള്ളപ്പോൾ ഉള്ളതിനേക്കാൾ വിദേശ യാത്രകളുടെ ചെലവ് കൂടിയെന്ന് പറഞ്ഞ് കരയുന്നവർ കോവിഡിന് ശേഷം ലോകമെമ്പാടും വർദ്ധിച്ച പണപ്പെരുപ്പവും ഡോളറിന്റെ മൂല്യത്തിലുള്ള മാറ്റങ്ങളും സൗകര്യപൂർവ്വം മറച്ചു പിടിക്കുന്നു. ചുരുക്കത്തിൽ ചെലവായ 762 കോടി രൂപയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നത് മരത്തിനെ നോക്കി നടന്ന് കാട് കാണാതിരിക്കുന്നതിന് തുല്യമാണ്. ഇതൊരു ചെലവേ അല്ല, ഇതൊരു നിക്ഷേപമാണ്. സുരക്ഷിതമായ, സാമ്പത്തികമായ, ശക്തമായ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ ഒരു ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു നിക്ഷേപമാണിത്. ആ 762 കോടി കൊണ്ട് ഇന്ത്യ നേടിയത് അതിൻ്റെ 1000 മടങ്ങ് കരുത്താണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.